നമസ്കാരം. ആദായ നികുതി അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ നികുതിദായകർ തിരക്കിട്ട ഓട്ടത്തിലാണ്. എന്നിരുന്നാലും എല്ലാ വരുമാന സ്രോതസ്സുകൾക്കും ഇന്ത്യൻ നിയമപ്രകാരം നികുതി ബാധകമല്ല. നികുതിദായകർക്ക് കുറച്ച് ആശ്വാസം നൽകിക്കൊണ്ട് നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 5 തരം വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തേത് കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ്. ചില നിബന്ധനകൾ പാലിച്ചാൽ ഇന്ത്യയിലെ കാർഷിക വരുമാനത്തിന് നികുതി ബാധകമല്ല. കാർഷികോൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം, കൃഷിഭൂമിയിൽ നിന്നുള്ള വാടക അല്ലെങ്കിൽ വരുമാനം, ഫാം കെട്ടിടങ്ങളിൽ നിന്നുള്ള വരുമാനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന ഭാഗമായ കർഷക സമൂഹത്തെ പിന്തുണയ്ക്കുകയാണ് ഈ ഇളവ് ലക്ഷ്യമിടുന്നത്. അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള സമ്മാനങ്ങളാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പങ്കാളികൾ, കുട്ടികൾ തുടങ്ങി അടുത്ത ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ ഇന്ത്യയിൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 56(2)(7) പ്രകാരം അത്തരം സമ്മാനങ്ങൾ അവയുടെ മൂല്യം പരിഗണിക്കാതെ തന്നെ നികുതി വിധേയമായ വരുമാനമായി കണക്കാക്കില്ല. അധിക നികുതി ബാധ്യതകളുടെ ഭാരമില്ലാതെ കുടുംബങ്ങൾക്കുള്ളിലെ സമ്പത്തിന്റെ ഒഴുക്കിനെ ഈ വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമത്തേത് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റിയാണ്. സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റിക്ക് ഒരു നിശ്ചിത പരിധിവരെ നികുതിയില്ല. 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം നൽകുന്ന ഈ റിട്ടയർമെന്റ് ആനുകൂല്യം സർക്കാർ ജീവനക്കാർക്ക് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. സർക്കാർ ഇതര ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി 100 രൂപ വരെ ഒഴിവാക്കിയിട്ടുണ്ട്. 20 ലക്ഷം ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതിലൂടെ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. നാലാമത്തേത് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചാണ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 10(16) പ്രകാരം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ചെലവ് വഹിക്കാൻ അനുവദിക്കുന്ന സ്കോളർഷിപ്പുകൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അധിക നികുതികളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടാതെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഈ വ്യവസ്ഥ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, സർക്കാർ പരിപാടികൾ എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സ്കോളർഷിപ്പുകൾ ലഭിക്കും. അഞ്ചാമത്തേത് പെൻഷനാണ്. സർക്കാർ ജീവനക്കാരന്റെ മരണശേഷം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷനെ നികുതിയിൽ നിന്ന് ഭാഗികമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഫാമിലി പെൻഷന് മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്ന തലക്കെട്ടിന് കീഴിലാണ് നികുതി ചുമത്തുന്നത്. പെൻഷൻ ലഭിക്കുന്ന കുടുംബങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കാൻ ഈ വ്യവസ്ഥ സഹായിക്കുന്നു. ഏതായാലും ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ അറിവായിരുന്നെങ്കിൽ, ആർക്കെങ്കിലും പങ്കുവെക്കണം എന്ന് തോന്നുന്ന വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.